السلام عليكم ورحمة الله وبركاته. إن الحمد لله على ما أنعم به علينا من صنوف التفضيل والتكريم، ونشهد أن لا إله إلا الله وحده لا شريك له يجزل الثواب لمن صبر ويعظم الأجر لمن شكر، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر، لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമോദിക്കൊണ്ട് വീണ്ടും ഒരു വിശുദ്ധ ഈദുൽ ഫിത്തറിന് നമ്മളെല്ലാവരും സാക്ഷികളായിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ വിശ്വാസികൾക്കും ഈദ് ആശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് ഒരു വർഷത്തെ റമദാനിനു കൂടെ പടച്ച റബ്ബ് നമ്മുടെ ആയുസ് ബാക്കിയാക്കി എന്നുള്ളത്. ഈ വർഷത്തെ റമദാനിൽ നോമ്പെടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനും രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കാനും ഖിയാമുൽ ലൈൽ നമസ്കരിക്കാനും സദഖകൾ നിർവഹിക്കാനും അങ്ങനെ ധാരാളം അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ വലിയ ഔദാര്യമാണ്, വലിയ തൗഫീക്കിൻ്റെ കാരണമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഒരു മാസക്കാലം പടച്ച റബ്ബിന് പൂർണ്ണമായും നമ്മെ സമർപ്പിച്ച ശേഷം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പരിശുദ്ധമായ രൂപത്തിലാണ്
ഇന്ന് നമ്മൾ ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളായി എന്നറിഞ്ഞതോടുകൂടെ നമ്മളേറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. അല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തിലും ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലായി പ്രഖ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ആ പ്രഖ്യാപനം നമ്മൾ കേൾക്കുന്നു. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിലൂടെ, അങ്ങനെ ഓരോ ദിവസത്തിലും പല സന്ദർഭങ്ങളിലായി നാം പ്രഖ്യാപിക്കുകയും നാം കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് അല്ലാഹു അക്ബർ? എന്താണ് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിൻ്റെ മഹത്വം, ആ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ശക്തി? പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ സത്യമാണ്. അല്ലാഹു അക്ബർ നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ആദർശമാണത്. നാം നമ്മുടെ മനസ്സിൽ ശക്തമാക്കേണ്ട ആദർശമാണത്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് ഏറ്റവും മഹത്വമുള്ളവൻ. അല്ലാഹു അക്ബർ. ആ ഏറ്റവും വലിയ നാഥന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ് അല്ലാഹുവേ ഞാൻ നോമ്പെടുത്തത്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഏറ്റവും വലിയ നാഥനാണ്, റബ്ബാണെന്ന് അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാത്രി നമസ്കാരം നിർവഹിച്ചത്. അല്ലാഹു അക്ബർ. ആ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്തത്. അല്ലാഹു അക്ബർ. ആ റബ്ബിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ചത്. പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തെ 10 രാവുകളിൽ ഉറക്കമൊഴിവാക്കി ഖിയാമുൽ ലൈൽ നമസ്കരിച്ചത്. അല്ലാഹു അക്ബർ. ആ റബ്ബിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയാണ്, ആ റബ്ബിൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് റമദാൻ മാസത്തിൻ്റെ പകലുകളിലും രാത്രികളിലും നമ്മളെല്ലാവരും സ്വതക്കയും സക്കാത്തും നിർവഹിച്ചത്, സക്കാത്തുൽ ഫിത്തർ നിർവഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ, അതായിരുന്നു ലക്ഷ്യമെങ്കിൽ, ഇനിയുള്ള ദിവസങ്ങളിലും അല്ല, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ, അവസാന രംഗം വരെ ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത്, ആ റബ്ബിനെ മഹത്വപ്പെടുത്തി, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അള്ളാഹുവോട് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹുവേ, സ്വീകരിക്കണേ നാഥ, പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചില്ലേ? നമ്മുടെ രാത്രി നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ സ്വതക്ക, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സക്കാത്തുൽ ഫിത്തർ, നാഥ ഇതെല്ലാം നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായി റമദാൻ കഴിഞ്ഞാലും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നാഥ, റമദാൻ മാസത്തിലെ എൻ്റെ ഓരോ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ, ഈ സൽക്കർമ്മങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. സീസൺ ഭക്തി ഇസ്ലാമിന് ആവശ്യമില്ല. ഏതെങ്കിലും പ്രത്യേകമായ മാസങ്ങളോ ദിവസങ്ങളോ മാത്രം വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അത് കഴിഞ്ഞാൽ എല്ലാ കെട്ടുകളും പൊട്ടിക്കുന്ന രൂപം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന താക്കീതും ഇസ്ലാം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിലും സുന്നത്തായ നോമ്പുകളുണ്ട്. ശവ്വാൽ കടന്നു വന്നു. ശവ്വാൽ 1 ഇനിയുള്ള 6 ദിവസം നമുക്ക് നോമ്പെടുക്കാം. അത് സുന്നത്തായ നോമ്പാണ്. ഇനി ആർക്കും അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തുടർച്ചയായ 6 ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയാത്തവരെ ഈ ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പേ 6 നോമ്പ് കൂടെ നമ്മളെടുക്കണം. അത് ശക്തമായ സുന്നത്താണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി നമസ്കാരം ഒഴിവാക്കരുത്. 1 റക്അത്തെങ്കിലും അല്ല, ഒരു 3 റക്അത്തെങ്കിലും
ചുരുങ്ങിയത് സഹോദരങ്ങളെ, രാത്രി ഇശാഇൻ്റെ സുന്നത്തിന് ശേഷം സുബഹി ബാങ്കിൻ്റെ മുൻപിലായി നമസ്കരിക്കാനും അത് നിലനിർത്തുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വതക്കകൾ അവസാനിപ്പിക്കരുത്. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് മിസ്കീനുണ്ട്, ഒരുപാട് ഫക്കീറുമാരുണ്ട്. അവരെ കാണാൻ, അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് സാധാരണ എല്ലാ ഈദ്ഗാഹുകളിലേക്കും വരുമ്പോൾ നാം കരുതിയാണ് വരാറുള്ളത്. എന്തിനാണ്? ഈദ്ഗാഹിനൊരു പ്രത്യേകതയുണ്ട്. ഈദ്ഗാഹിന് എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്? എല്ലാവരെയും കാണാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പോരാ. തൊട്ടപ്പുറത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ കാണാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ പിന്നെന്ത് ഈദാ, പിന്നെന്ത് പെരുന്നാളാ, പിന്നെന്ത് റമദാനാ, പിന്നെന്ത് സ്വതക്കയാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈദ്ഗാഹിലെ സ്വതക്കയുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഏറെ സന്തോഷത്തിലാണ്, ഏറെ ആഹ്ലാദത്തിലാണ്. നല്ല ഡ്രസ്സ് ധരിച്ചു ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും, നമ്മുടെ നാട്ടിലാവട്ടെ നമ്മുടെ മക്കളാവട്ടെ എല്ലാവരും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, പുതിയ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഈദ് മുസല്ലയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ സഹോദരൻ, ശരിയാണ്, നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഭാഗത്ത് മനുഷ്യന്മാർ പേടിയിലാണ്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യം പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മളോട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ലോകം പേടിയിലാണ്, മനുഷ്യരാശങ്കയിലാണ്, ബേജാറിലാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിച്ചേക്കുമോ എന്ന വല്ലാത്തൊരു പേടിയും പ്രയാസത്തിലും ഓരോ മെസ്സേജുകൾ കാണുമ്പോൾ, ഓരോ ന്യൂസുകൾ കാണുമ്പോൾ, ഓരോരുത്തരുടെയും സുഹൃത്തുക്കളുടെ വോയിസുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നു, ഇറങ്ങാൻ കഴിയുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടുമ്പോൾ മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല പ്രദേശങ്ങളിലും ഇങ്ങനെയൊന്നും ഒരുമിച്ചിരിക്കാൻ സാധിക്കാത്തവരുണ്ട്. ഇങ്ങനെയൊന്നും ഈദ് മുസല്ലയിൽ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കാത്തവരുണ്ട്. നമ്മൾ രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയപ്പോൾ തറാവീഹ് നമസ്കരിക്കാൻ പോലും ഇറങ്ങാൻ കഴിയാതെ പള്ളികൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥകൾ വന്ന മറ്റു പല രാജ്യങ്ങളെ, തൊട്ടടുത്തുള്ള രാജ്യങ്ങളെപ്പോലും നമ്മൾ കണ്ടില്ലേ? ഞങ്ങൾ സുരക്ഷിതരാണ് എല്ലാ മേഖലകളിലും എന്ന് അവകാശപ്പെട്ടിരുന്നവർ, എന്ന് സമാധാനിച്ചിരുന്നവർ ഇന്ന് പേടിയിലാണ്. ഓരോ ദിവസവും രാവിലെ എന്ത് സംഭവിക്കുമെന്ന്, എന്തായിരിക്കും സംഭവിക്കുക എന്ന ബേജാറിലാണ് രാത്രി കിടന്നുറങ്ങുന്നത്. പ്രഭാതമായി കഴിഞ്ഞാൽ, നേരം പുലർന്നു കഴിഞ്ഞാൽ, ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ എന്തായിരിക്കും സംഭവിക്കുക എന്ന ബേജാറിലാണ്. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ അതിശക്തമായ പരീക്ഷണമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ. വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പാണ്. അള്ളാഹു പരീക്ഷിക്കും, പേടികൊണ്ട് പരീക്ഷിക്കും. വളരെ സമാധാനത്തോടുകൂടെ, നിർഭയത്വത്തോടുകൂടെ ഇറങ്ങി നടന്നവരെ റോഡിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ നിങ്ങളെ പിടിച്ചു കെട്ടും അള്ളാഹു എന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ടാകും എന്ന് പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആ മുന്നറിയിപ്പിനെ അതേ ഗൗരവത്തിൽ തന്നെ കാണണേ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, ഇതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, കുഞ്ഞുമക്കളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ സന്തോഷിക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിച്ച് ആഹ്ലാദിക്കുമ്പോൾ ഇതിനൊന്നും കഴിയാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമായി എന്ന കാരണത്താൽ മാത്രം നമ്മുടെ നാട്ടിൽ പോലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലും പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ അവരെയൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം ഒരാദർശം മാത്രമല്ല, ഒരു സംസ്കാരം കൂടിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം ഇടപെടുന്നുണ്ട്. നമസ്കാരം എങ്ങനെയാണ് എന്ന് മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, നോമ്പ് എങ്ങനെയാണ് എന്ന് മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, സക്കാത്തും ഹജ്ജും എങ്ങനെയാണ് എന്ന് മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ വാചകം യാ അയ്യുഹല്ലസീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപൂർണമായി അള്ളാഹുവിനെ സമർപ്പിക്കാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, പടച്ച റബ്ബിന് കീഴൊതുങ്ങാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ പെരുമാറ്റത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ സംസ്കാരത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും ഇസ്ലാം ഉണ്ടാവണം. കല്യാണം വന്നാൽ, നമ്മുടെ വീട്ടിൽ കല്യാണം വന്നാൽ അവിടെയും ഇസ്ലാം ഉണ്ടാവണം. ക്യാമ്പസ് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയണം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഇസ്ലാമിൻ്റെ മക്കളാണ് എന്ന് അഭിമാനത്തോടുകൂടെ പ്രഖ്യാപിക്കാനും പറയാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഓർക്കണം, അവരെ മരണപ്പെട്ടു പോയാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരെ മറന്നുകൊണ്ടുള്ള ഒരു ഈദാഘോഷം മുസ്ലിമീങ്ങളെ നമുക്ക് കഴിയില്ല. മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ഇക്കഴിഞ്ഞ റമദാനിന് പോലും ഒരു ഉമ്മ വേദനയോടുകൂടി പറഞ്ഞ ഒരു വാചകം ഓർത്തു പോവുകയാണ് ഈ സമയത്ത്. ഒരു മാസമായി എന്നെ ഒന്നവൻ വിളിച്ചിട്ട് എവിടെയാണ് ഉമ്മ എന്നറിയോ, കിടന്ന കിടപ്പിലാണ്, എഴുന്നേൽക്കാൻ പോലും കഴിയില്ല, ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. വിളിച്ചപ്പോൾ ആ വിശേഷം തിരക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോഴാ പറയുന്നത്, എന്താ അവൻ്റെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ സമപ്രായക്കാരനാണവൻ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ആ സമയത്ത് പറഞ്ഞത്, എന്ത് പറയാനാ, ഒരു മാസമായി റമദാൻ വന്നിട്ട് പോലും സ്വന്തം ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന മക്കൾ നമുക്കിടയിലുണ്ട് എന്ന കാര്യം തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ എന്ന സമ്മാനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓർക്കുക, അറിയുക, ഉമ്മയും ഉപ്പയും സമ്മാനമാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് തിരിച്ചറിയുക. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, പ്രവാസികളല്ലേ നമ്മൾ, നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സിറ്റ് ഔട്ടിൽ, നമ്മുടെ വീടിൻ്റെ ആ വരാന്തയിൽ ആ ഉമ്മയുള്ളപ്പോൾ, ആ ഉപ്പയുള്ളപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടായ സമാധാനം ഇല്ല സഹോദരങ്ങളെ. എത്ര വലിയ വീടുണ്ടാക്കിയാലും, എത്ര വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയാലും, ആ വീടിൻ്റെ വരാന്തയിൽ ആരൊക്കെ സ്വീകരിക്കാനുണ്ടായാലും ആ ചുക്കിച്ചുളിഞ്ഞ തൊലിയുമായി തോലുമായി ആ പ്രായമായ നമ്മുടെ ഉമ്മയും ഉപ്പയും ഉള്ളതോളം വലുപ്പമാകില്ല എന്ന തിരിച്ചറിവ് വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ മക്കളായ നമ്മൾ വിജയിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, അള്ളാഹു അവരുടെ ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ, റഹ്മാനും റഹീമുമായ നാഥ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ഖബറിൽ അവർ അനുഭവിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന മൂലം അവർക്ക് നീ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ രൂപത്തിൽ ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതമാണെന്നും മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണെന്നും ഇസ്ലാം നിർബന്ധ മതപരിവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നിർബന്ധിക്കുകയും ചെയ്യുന്ന മതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാതെയുമൊക്കെ നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുസ്ലിം സഹോദരങ്ങളോട് നിർബന്ധമായി ബീഫ് കഴിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മലബാറിനെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചുമൊക്കെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും അവർ നാടിൻ്റെ ശത്രുക്കളാണ്, അവരെ അകറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ള പ്രഖ്യാപനങ്ങളും വർത്തമാനങ്ങളുമൊക്കെ പലയിടത്തും നമ്മൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഇതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് തിരിച്ചറിയണം. എന്നിട്ടെന്താ നമ്മൾ കണ്ടത്? കേരളത്തിലെ ചില പ്രത്യേകമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്ത് കാണിച്ച് ഇതാണ് കേരളമെന്ന് പറഞ്ഞ്, ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും പ്രഖ്യാപിക്കുമ്പോൾ, പല രൂപത്തിലും പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് തന്നെയായിരിക്കാം ഒരു പക്ഷേ അവരുടെ ലക്ഷ്യം.
ഇവിടെയാണ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും എന്താണ്, ആരാണ് മുസ്ലിം, എങ്ങനെയാണ് മുസ്ലിം പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. തൊട്ടപ്പുറത്ത് ഒരു പ്രയാസപ്പെടുന്നവനെ കാണുമ്പോൾ അവൻ്റെ മതം നോക്കിയോ, അവൻ്റെ ജാതിയോ നോക്കിയോ, അവൻ്റെ രാഷ്ട്രീയം നോക്കിയോ, അവൻ്റെ സംഘടന നോക്കിയോ അല്ല ഒരു മുസ്ലിം പെരുമാറേണ്ടത്. അവൻ മനുഷ്യനാണെന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ചേർത്തു പിടിക്കാൻ കഴിയണം, മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയണം. ജാതി നോക്കി, മതം നോക്കി, സംഘടന നോക്കി, രാഷ്ട്രീയം നോക്കിയല്ല മുസ്ലിമീങ്ങൾ പെരുമാറേണ്ടത്. അങ്ങനെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ജൂതനായ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സമയത്ത് സഹാബികൾ, അനുയായികൾ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതൊരു ജൂതനായ മനുഷ്യന്റെ മയ്യത്തല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത് ജൂതനാണെങ്കിലും അവൻ മനുഷ്യനല്ലേ എന്നാണ് സ്വഹാബത്തിനോട് ചോദിക്കുന്നത്. സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം, സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം, ചേർത്തു പിടിക്കേണ്ടതിന്റെ മതമാണ് ഇസ്ലാം. ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ആ മതം പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മതത്തിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ എന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായി, മാതൃകാ മുസ്ലിമീങ്ങളായി, ലോകത്തിന് മാതൃകയായി പ്രിയപ്പെട്ടവരെ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നമുക്ക് കളയാൻ സമയമില്ല. ആരോഗ്യമുള്ള സമയത്ത്, അള്ളാഹു ആയുസ് തന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും പടച്ചറബിലേക്ക് കൂടുതൽ ഇഷ്ടത്തിൻ്റെ ഭാഗമാകുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മൾ നന്നാക്കണം. ഇന്നുമുണ്ട് പലരും ദാമ്പത്യ ജീവിതമെന്ന അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഒന്നായി ജീവിക്കാൻ, ഒന്നിച്ച് ജീവിക്കാൻ, പ്രവാസ രാജ്യത്ത് പ്രവാസ ലോകത്ത് പോലും ഒന്നിച്ച് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹം ലഭിച്ചിട്ട് രണ്ട് മനസ്സും രണ്ട് ശരീരവുമായി ജീവിക്കുന്നവരുണ്ട് ഇന്നും നമ്മുടെ ചുറ്റുപാടിൽ എന്ന് തിരിച്ചറിയണം. ഇല്ല പ്രിയപ്പെട്ടവരെ, പിണക്കങ്ങൾക്ക്, സൗന്ദര്യ പിണക്കങ്ങൾക്കൊന്നും ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ചു ഈ പരിശുദ്ധ റമദാൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവരെ, ഇനി പിണക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പറയട്ടെ നിങ്ങളോട്, നിങ്ങളുടെ മക്കൾക്ക് അല്ല, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കണം. അവരെത്ര ഉന്നതിയിലെത്തട്ടെ, എത്ര ഉയർന്ന ഭൗതിക നിലവാരത്തിലെത്തട്ടെ, അത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ മതമറിയാത്ത, ഇസ്ലാമിനെ അറിയാത്ത, അള്ളാഹുവിനെ അറിയാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത, വിശുദ്ധ ഖുർആൻ അറിയാത്തൊരു മോൻ, അത്ര ആ രൂപത്തിലുള്ള എത്ര മക്കളുണ്ടായാലും പ്രിയപ്പെട്ട ഉമ്മാരെ, ഉപ്പാരെ, നമുക്കതുകൊണ്ട് പരലോകത്തിന് യാതൊരു നേട്ടവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇഹലോകത്ത് തന്നെ ആ മക്കൾ മൂലം കരയേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയുക. വലിയ മക്കളാണ്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, വലിയ സാമ്പത്തികമുള്ളവരാണ്. പക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ എൻ്റെ ഉപ്പാക്കെൻ്റെ ഉമ്മാക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനും മയ്യത്ത് നമസ്കരിക്കാനും അറിയാത്ത മക്കളാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്ത മക്കളാണെങ്കിൽ, ആ മക്കളെ കൊണ്ട് പരലോകത്തേക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രയാസപ്പെട്ടായാലും മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകണം. മദ്രസ സൗകര്യങ്ങളുണ്ട്, വലിയ സൗകര്യമാണ്, വലിയ അനുഗ്രഹമാണ്. ഈ മസ്കറ്റിൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് മദ്രസകളുണ്ട്, നമ്മുടെ മദ്രസകളുണ്ട്. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ കീഴിൽ മദ്രസകളുണ്ട്, പല ഭാഗങ്ങളിലായി മദ്രസകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓൺലൈൻ മദ്രസകളുണ്ട്. എന്തിനെന്നോ ഞാനിത് പറഞ്ഞത് മദ്രസയുടെ പരസ്യത്തിന് വേണ്ടിയല്ലട്ടോ, മറിച്ച് ഇവിടെയുള്ള ഒരാൾ പോലും അറിയാതെ പോകരുത്, ഒരാൾ പോലും അറിയാതെ പോകരുത്. നമ്മുടെ മക്കൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം നൽകും, എങ്ങനെ ഖുർആൻ പഠിപ്പിക്കും, അതിനുള്ള മദ്രസ സൗകര്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ പോകരുത് എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. ഓരോ രക്ഷിതാവും, ഞാനൊരു വാപ്പയാണ്, ഞാനൊരു രക്ഷിതാവാണ്, 4 മക്കളുടെ പിതാവാണ്. ഒരു ബേജാറിലാണ് പല രക്ഷിതാക്കളും. മക്കൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളെന്താ കാണുന്നത്? മീഡിയകളിലൂടെ കാണാം, ആണും ആണും കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക. എന്താണോ ഇസ്ലാം പറഞ്ഞതല്ല, എന്താണോ പ്രകൃതി പറഞ്ഞത്, അതിൻ്റെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നവരും അതിനെ കയ്യടിക്കാനും അതിന് പ്രോത്സാഹനം നൽകാനും
അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ മോശമാണ്, അത് ശരിയല്ല, അത് പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്ന് പറയുന്നവർ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കേണ്ടവരാണ് എന്നുവരെ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നമ്മൾ പഠിപ്പിക്കണം. റിയാലിറ്റി ഷോകളല്ല ജീവിതം, റീൽസ് അല്ല ജീവിതം, റിയലാണ് ജീവിതം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, റീൽസ് അല്ല ജീവിതം, റിയലാണ് നമ്മുടെ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള കുടുംബമായി മാറാൻ നമുക്ക് സാധിക്കണം. ഈ ദുനിയാവിലേക്ക് വന്നത് നമ്മൾ കരഞ്ഞുകൊണ്ടാണെങ്കിൽ, ഈ ദുനിയാവിലേക്ക് വന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നാം വന്ന സമയത്ത് ചിരിച്ചിരുന്നുവെങ്കിൽ, നാം പരലോകത്തേക്ക് പോകുമ്പോൾ, നാം മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ കരയുന്ന സമയം, അവർ കരയുന്ന സമയം ചിരിച്ചുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന അല്ലാഹുവിൻ്റെ മാലാഖമാരുടെ സന്തോഷത്തിൻ്റെ വർത്തമാനം കേട്ട് അല്ലാഹുവിലേക്ക് യാത്രയാവാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് നാം. പിരിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളോട് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യട്ടെ. നമ്മുടെ മനസ്സ് ഈ സമയം ശുദ്ധമാണ്, പരിശുദ്ധമാണ്. ഒരു മാസക്കാലം കൊണ്ട് ശുദ്ധമാക്കിയതാണ്, അത് വെറുതെ കിട്ടിയതല്ല. ഒരു മാസക്കാലം കൊണ്ടാണ് നാം പരിശുദ്ധമാക്കിയത്. യാതൊരു വൈറസും ഇല്ലാത്ത മനസ്സും ശരീരവുമായിട്ടാണ് ഈ ഈദ് മുസല്ലയിൽ നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാലും പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. അനുവദനീയമായ എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളുമാകാം. അനുവദനീയമല്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരാഘോഷത്തിലും ഒരു ആഹ്ലാദത്തിലും ഒരാളും പങ്കുചേരല്ലേ എന്ന് പ്രത്യേകമായി ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാസക്കാലം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത്, പരിശുദ്ധമായ റമദാനിൻ്റെ രാത്രികളിൽ തറാവീഹ് നമസ്കരിച്ച്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ച്, സ്വതക്കകൾ നിർവഹിച്ച്, സക്കാത്തുകൾ നിർവഹിച്ച്, അവസാനം പെരുന്നാളായി എന്നറിഞ്ഞതോടെ സക്കാത്തുൽ ഫിത്തർ നിർവഹിച്ചുകൊണ്ടാണ് നാഥ ഞങ്ങൾ ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഇത്തരം കർമ്മങ്ങൾ നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പലർക്കും വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അല്ലാഹുവേ, ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപായി ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായി സംഭവിച്ച എല്ലാ തിന്മകളും അബദ്ധങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, നോമ്പുകാർക്ക് വേണ്ടി മാത്രമായി നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ ഒരു കവാടമുണ്ടെന്ന് നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. റയ്യാൻ എന്നാണ് ആ കവാടത്തിൻ്റെ പേര്. നാദാ, റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത സ്വതക്കകൾക്കും ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾക്കും പകരമായി നാദ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തവരുണ്ട്, അതിന് വിചാരിച്ചിട്ടും കഴിയാത്തവരുണ്ട്, കുറച്ച് ഓതി തീർത്തവരുണ്ട്. നാഥ, നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും പല ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ്, പല പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ്, പേടിയിലാണ്, ബേജാറിലാണ്. നാഥ, നിർഭയത്വം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, സമാധാനം നൽകണമേ റഹ്മാനെ. ചെറുതും വലുതുമായ അത്തരം എല്ലാ പരീക്ഷണത്തിൽ നിന്നും നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെ നീ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഏതേത് പ്രതിസന്ധികൾ വന്നാലും ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടെ പിടിച്ചു നിൽക്കാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ മനസ്സിനും ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ ആരോഗ്യത്തിലും നീ സന്തോഷം നൽകണമേ റഹ്മാനെ. നീ ബർക്കത്ത് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പക്ഷേ ഓർക്കാൻ പോലും
അവരുടെ അഭാവത്തിൽ അവരെ ഒന്നോർക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം ഞങ്ങളുടെ മനസ്സിൽ അവരത്രയും വലുതാണ് നാഥ. ഞങ്ങളെത്ര പ്രാർത്ഥിച്ചാലും അതിന് മതിയാകില്ല. ഞങ്ങൾ എന്ത് നൽകിയാലും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ നോക്കിയതിന്, ഞങ്ങളെ പ്രസവിച്ചതിന്, ഞങ്ങളെ മുലയൂട്ടിയതിന്, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിന് പകരമാവില്ല നാഥ. നീ തന്നെയാണ് അതിന് പകരം നൽകാനുള്ളവൻ. അവരോട് നീ കാരുണ്യം നൽകണേ നാഥ. അള്ളാഹുവേ, അവർക്ക് നീ സന്തോഷം നൽകണേ നാഥ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ, ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. പേടിയിലാണ് റബ്ബേ നിന്റെ പിശാച് പിടിച്ചു വലിക്കാൻ ഞങ്ങളുടെ ചുറ്റുപാടിലുമുണ്ട്. ഞങ്ങളിലെ യുവാക്കളെ, ഞങ്ങളിലെ യുവതികളെ, ഞങ്ങളിലെ മക്കളെ പിടിച്ചു വലിക്കാൻ പിശാച് കാത്തിരിക്കുകയാണ്, വലവിരിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹുവേ, നീയല്ലാതെ മറ്റൊരു രക്ഷകനില്ല നാഥ. നീ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയവരിൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ചുറ്റുപാടിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പ്രവാസ രാജ്യത്തേക്ക് പലരും വിമാനം കയറിയത് ഞങ്ങളുടെ നാട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പലരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഒരു വീടാണ്. വർഷങ്ങളായിട്ടും വീടായിട്ടില്ല എന്ന് പറയുന്ന സങ്കടപ്പെടുന്നവരുണ്ട്. ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, എല്ലാ ഹലാലായ നല്ല ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പല രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ജോലിയുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ജോലിയിൽ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ നീ സ്ഥിരത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ നീ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജോലി നഷ്ടപ്പെട്ടു, 10ാം ക്ലാസ്സിലാണ് മക്കൾ, അതേപോലെ തന്നെ മക്കൾ ഇവിടെ പഠിക്കുന്നു, പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, ഈദ് മുസല്ലയിൽ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഇന്നലെ പോലും നമ്മുടെ സഹോദരങ്ങൾ പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ റിസ്ക് നീ നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ഈദ് മുസല്ലയിൽ ഞങ്ങളിവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രവാസികളായ ഞങ്ങൾക്ക് ഇത്തരമൊരു സൗകര്യം ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഈ കോമ്പൗണ്ടിൻ്റെ പേര് തന്നെ അൽ കറാമയുടെ കോമ്പൗണ്ട് എന്നാണ്. അള്ളാഹുവേ, ഇതിന് സൗകര്യം ചെയ്തു തന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അള്ളാഹുവേ, അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്തും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. ഗസയിലെ ഞങ്ങളുടെ മക്കൾക്ക് നീ നിർഭയത്വം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഉമ്മത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കൾക്ക്, ലോക മനുഷ്യരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ലോകത്ത് നീ സമാധാനവും നിർഭയത്വവും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ, മുസ്ലിം ഭരണാധികാരികൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ നീ ഐക്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ പിറന്നു വീണ രാജ്യം പേടിയിലാണ് പലപ്പോഴും, ആ രൂപത്തിലുള്ള ആളുകളുടെ കൈകളിലാണ് പലതും. അതുകൊണ്ട് നാഥ, അത്തരം ആളുകളിൽ നിന്ന് നിർഭയത്വം ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്നവരുടെ കൈകളിലേക്ക് നീ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആ ഭരണം നാഥ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് നീ നിർഭയത്വം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണമേ റഹ്മാനെ. നാഥ, ഞങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യം ഒരു വേള ഞങ്ങളുടെ രാജ്യത്തെക്കാൾ, പിറന്നു വീണ രാജ്യത്തെക്കാൾ നിർഭയത്വത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ഈ രാജ്യത്തിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും നീ ഖൈറും ബർക്കത്തും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ച, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തിച്ച മരണപ്പെട്ടു പോയ സുൽത്താൻ ഖാബൂസ് ബിൻ സഈദ് ഹഫിളഹുല്ലാഹ്, അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അദ്ദേഹം തുടങ്ങി വെച്ച
ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഈ രാജ്യത്തിൻ്റെ പല മുക്കുകളിലും പല മൂലകളിലും. അതിൻ്റെയൊക്കെ ഒരു നന്മ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് വീണ്ടും വീണ്ടും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇന്ന് ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താൻ ഹൈതം ഇബ്നു താരിഖ് ഹഫിളഹുല്ലാ, അള്ളാഹുവേ അദ്ദേഹത്തിനും നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഏറ്റവും നല്ല രൂപത്തിൽ നിർഭയത്വത്തോടെ സമാധാനത്തോടെ ഈ രാജ്യത്തെ നയിക്കാൻ, ഈ രാജ്യത്തെ ഭരിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ നല്ല ഡ്രസ്സ് ധരിച്ച് ഈ ഈദ് മുസല്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പായ വിരിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയവരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നലെ ഉറക്കമൊഴിവാക്കി ഇത് ഒരുക്കാൻ ഇതിനു വേണ്ടി അധ്വാനിച്ച ഇതിൻ്റെ പ്രവർത്തകരുണ്ട്, ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരെ നിങ്ങൾ ഓർക്കണം. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണമേ റഹ്മാനെ. അവർക്ക് നീ ഇതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരിക്കും, ഞങ്ങൾക്കുറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് ഞങ്ങൾ യാത്ര ചോദിക്കേണ്ടി വരും. നാഥാ, മുസ്ലിമായി മരിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നാളെ പരലോകത്ത് സന്തോഷത്തോടു കൂടെ നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഖബർ ജീവിതം, ബർസഖ് ജീവിതം നീ സമാധാനത്തിലാക്കണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅസിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك سميع قريب مجيب الدعاء. اللهم احفظ أوطاننا وأعز سلطاننا وأيده بالحق وأيد به الحق يا رب العالمين. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مسلمين. اللهم انصر إخواننا في فلسطين. اللهم أنزل علينا من بركات السماء وأخرج لنا من خيرات الأرض يا رب العالمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر لنا ولوالدينا. اللهم اغفر لنا ولوالدينا. اللهم اغفر لنا ولوالدينا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. تقبل الله منا ومنكم وجزاكم الله خيرا.